ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്റ്റോലിക് മീഡിയയുടെ അപ്പോസ്റ്റോലിക് ഡെയിലി മന്ന എന്ന ഈ മോർണിംഗ് ഡിവോഷനിൽ അല്പസമയം ദൈവവചനം ഷെയർ ചെയ്യുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി ഒരു വചനഭാഗം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 8-ാം അധ്യായം 5-ാമത്തെ തിരുവെടുത്ത്. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ഫോർ thou hast made him a little lower than his God. എന്താണ് ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്നതുകൊണ്ട് ഈ വചനത്തിൽ ഉദ്ദേശിക്കുന്നത്? സങ്കീർത്തനം 8:4 പറയുന്നത്, മനുഷ്യൻ എന്താകുന്നു നീ അവനെ ഓർക്കേണ്ടതിന്. അനന്തമായ പ്രപഞ്ചത്തിന്റെ നടുവിൽ മനുഷ്യൻ ഒരു പൊടിക്കണിക പോലെയാണ്. എന്നാൽ ദൈവത്തിന്റെ കണ്ണിൽ മനുഷ്യൻ വിലയില്ലാത്തവനല്ല. സൃഷ്ടിയിൽ മറ്റെല്ലാറ്റിനും മുകളിൽ ദൈവം മനുഷ്യന് പ്രത്യേക സ്ഥാനം നൽകി. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തിയെന്ന്. മനുഷ്യന്റെ സൃഷ്ടിയിലെ മഹത്വം, അതായത് ഉൽപ്പത്തി 1:26-27 ദൈവം ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ സ്വരൂപത്തിലും സദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കാം. മറ്റൊരു സൃഷ്ടിയോടും ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടില്ല. സൂര്യൻ ദൈവത്തിന്റെ കലാസൃഷ്ടിയാണ്. മലകൾ ദൈവത്തിന്റെ ശക്തിയുടെ പ്രകടനമാണ്. സമുദ്രം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. എന്നാൽ മനുഷ്യൻ ദൈവത്തിന്റെ പ്രതിരൂപമാണ്. ഇത് മനുഷ്യന്റെ വിലയെ വ്യക്തമാക്കുന്നു. നമ്മുടെ മൂല്യം സമ്പത്തിലല്ല, വിദ്യാഭ്യാസത്തിലല്ല, സാമൂഹിക സ്ഥാനത്തിലല്ല. ദൈവം നമ്മെ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചതിലാണ് നമുക്ക് ഇത്രമാത്രം വിലയുള്ളത്. അടുത്തതായിട്ട്, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്നതിൻ്റെ അർത്ഥം. ഈ വചനം മനുഷ്യൻ ദൈവമാണെന്ന് പഠിപ്പിക്കുന്നില്ല. ദൈവം മാത്രമാണ് സർവശക്തനും സർവജ്ഞനും നിത്യനുമായുള്ളവൻ. പക്ഷെ ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ചിന്തിക്കാനുള്ള കഴിവ്, തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം, സ്നേഹിക്കുവാനുള്ള ഹൃദയം, നീതി തിരിച്ചറിയാനുള്ള മനസാക്ഷി, ദൈവവുമായി ബന്ധം പുലർത്താനുള്ള ആത്മീയ ശേഷി, ഇവ മനുഷ്യനെ സകല ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. അതുകൊണ്ട് മനുഷ്യൻ പ്രത്യേകതയുള്ളവനാണ്, വിശേഷതയുള്ളവനാണ്. അവിടെയാണ് ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്നതുകൊണ്ട് ഒരു വലിയ ദൈവിക ഉദ്ദേശം മനസ്സിലാകുന്നത്. അടുത്തായി, മനുഷ്യന്റെ അധികാരത്തെ നമ്മൾ ഉൽപ്പത്തി 1:28 വായിക്കുന്നുണ്ട്. ദൈവം മനുഷ്യനോട് ഭൂമിയെ ഭരിക്കാൻ കൽപ്പിച്ചു. ദൈവം ലോകത്തിന്റെ യജമാനാണ്, മനുഷ്യൻ അതിൻ്റെ മാനേജരാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഉടമസ്ഥാവകാശമല്ല, ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതവും കുടുംബവും സഭയും സമൂഹവും ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മൾ നടത്തണം. അടുത്തതായിട്ട്, പാപം മനുഷ്യന്റെ മഹത്വത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. സങ്കീർത്തനം 8 മനുഷ്യന്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നു. എന്നാൽ ഉൽപ്പത്തി 3 മനുഷ്യന്റെ വീഴ്ചയെക്കുറിച്ച് പറയുന്നു. പാപം മൂലം ദൈവമായിട്ട് ബന്ധം തകർന്നു, വിശുദ്ധി നഷ്ടപ്പെട്ടു, സമാധാനം നഷ്ടപ്പെട്ടു, മരണം ലോകത്തിലേക്ക് വന്നു. ദൈവത്തിന്റെ സ്വരൂപം പൂർണ്ണമായി ഇല്ലാതായില്ല, എന്നാൽ അത് വികൃതമായി പോയി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? യേശുക്രിസ്തു മനുഷ്യന്റെ മഹത്വം വീണ്ടെടുക്കുവാനായിട്ട് ഈ ലോകത്തിൽ വന്നു. എബ്രായർ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഈ സങ്കീർത്തനത്തിലെ തിരുവെഴുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അത് യേശുവിൽ നിറവേറിയതായി കാണുന്നു. യേശു കുറെ കാലം ദൂതന്മാരെക്കാൾ താഴ്ത്തപ്പെട്ടു, ക്രൂശിൽ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ശേഷം അവൻ മഹത്വവും മാനവും അണിഞ്ഞവനായി കാണുന്നു. യേശുക്രിസ്തു മനുഷ്യന് വീണ്ടെടുപ്പ്, ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്കുള്ള വഴി തുറന്നു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസിയുടെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ഇന്ന് നമുക്ക് ഒരു വ്യക്തമായ നിയോഗം തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. ലോകം പറയും മനുഷ്യനൊരു പരാജയമാണ്, വിലയില്ലാത്തവനാണ്, ഭാവിയില്ലാത്തവനാണ്. പക്ഷെ ദൈവം പറയുന്നു, നീ എൻ്റെ സ്വരൂപത്തിലാണ്, നീ എൻ്റെ മകനാണ്, നീ എൻ്റെ മകളാണ്. ഞാൻ നിന്നെ മഹത്വത്തിനായി സൃഷ്ടിച്ചു. ഞാൻ നിന്നെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാക്കി. നമ്മുടെ തിരിച്ചറിയൽ മനുഷ്യരുടെ അഭിപ്രായത്തിലല്ല, ദൈവത്തിൻ്റെ വചനത്തിലാണ്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ ദൈവത്തെ ബഹുമാനിക്കണം. ഓരോ മനുഷ്യനെയും നമ്മൾ ബഹുമാനിക്കണം. കാര്യം, നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. മറ്റുള്ളവരൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വരികയാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ നിന്ദിക്കുന്നതും പഴിക്കുന്നതും താഴ്ത്തിക്കെട്ടുന്നതും അപമാനിക്കുന്നതും ഒക്കെ നമ്മൾ ഒഴിവാക്കണം. കാര്യം അതൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്.
അപ്പോൾ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ആ മഹത്വത്തിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്. എവിടെ നമ്മൾ വീണുപോയി അവിടുന്ന് നമ്മൾ മഹത്വത്തിലേക്ക് തിരിച്ചു വരണം. കാര്യം ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തിയാണ് ദൈവം മനുഷ്യനെ നിർമ്മിച്ചിരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുന്ന അവിടെയാണ്. ആ മഹത്വം സ്വയം ഉയർത്തിപ്പിടിക്കലല്ല, സൃഷ്ടാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ് അത് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയരെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെയും നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. നമ്മൾ ദൈവത്തിൻ്റെ മനോഹരമായ സൃഷ്ടിയാണ് എന്നും നമുക്ക് അധികാരവും അവകാശവും ദൈവം ഈ ഭൂമിയിൽ നൽകിയിട്ടുണ്ടെന്നും ദൈവമാണ് ഇതിൻ്റെ സൃഷ്ടാവ്, നാം അതിൻ്റെ മാനേജരാണെന്നും ഒക്കെയും വ്യക്തമായിട്ടുള്ള ബോധ്യത്തോടുകൂടി ഈ ലോകത്തിൽ ജീവിക്കുവാൻ കഴിയുന്നതൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് ഇന്ന് വ്യക്തതയില്ലാതെ അന്ധതയിൽ ആരെങ്കിലും തപ്പിത്തടയുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിയാൻ നമുക്ക് ഈ വചനഭാഗങ്ങൾ ഉപകരിക്കട്ടെ. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, തിരുക്കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അനുഗ്രഹമായ ഒരു വചനഭാഗങ്ങൾ വായിച്ച് അതിലെ ദൈവികമായ പദ്ധതിയും മനുഷ്യൻ്റെ തിരിച്ചറിവും മനുഷ്യൻ ആരാണെന്നുള്ള വലിയ വ്യക്തമായ ഒരു ബോധ്യവും നൽകിക്കൊണ്ട് ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ഓരോ വ്യക്തിയെയും കർത്താവ് കരം പിടിച്ച് നടത്തണം. ദൈവതേജസ്സിലേക്ക് നടത്തണം, കൃപയോടെ നടത്തണം. മഹത്വം അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.